2 ദിവസം മുമ്പ് നമ്മളൊരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ സ്ഥലം കന്യാകുമാരിയാണ്. അപ്പോൾ കന്യാകുമാരിയിൽ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കന്യാകുമാരിയിൽ നമ്മൾ കാണേണ്ടത് ഉദയവും അസ്തമയവും പിന്നെ വിവേകാനന്ദപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ഇതുപോലെ നമുക്ക് ചെന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുമുണ്ട്. നല്ല മീൻകട കിട്ടുന്ന സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അതെവിടാണെന്ന് നിങ്ങൾ അവിടെ ചെന്ന് തിരക്കി കണ്ടുപിടിച്ചാൽ മതി. പോയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് പോകണം. നമ്മൾ വെറുതെ പാറയും കയറി വരുന്നതിനേക്കാളും ഇതുപോലുള്ള നൈറ്റ് ലൈഫ് കൂടി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരണം. അത്യാവശ്യം നല്ല കടകളുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം കണ്ട കടയിൽ തന്നെ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ കടയിലെ തട്ടുകട സെറ്റപ്പാണ്. മസാല വരട്ടി മീനിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ടൈമിൽ നമുക്കത് ഫ്രൈ ചെയ്ത് തരും. പിന്നെ കൂടെ കഴിക്കാൻ എന്തോ കിഴങ്ങ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമേ ഉള്ളൂ. വലിയ ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ എന്തായാലും ഒരു 12,000 രൂപ അടുപ്പിച്ച് മീൻ ഫ്രൈ മാത്രം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടി ഇടുന്നതാണ്. കൂന്തൽ, കണവ എന്നൊക്കെ പറയുന്ന. എന്തായാലും പോയിട്ടില്ലാത്തവർ, കന്യാകുമാരി പോയി തിരിച്ചു വരുന്നവർ ഈ സ്ഥലം കൂടെ ഇനി പോകുമ്പോൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. പിന്നെ ചില അശരീരികളൊക്കെ കേൾക്കാം. നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ ഫുഡ് കഴിക്കുക, വരിക. പിന്നെ ഗ്ലാസ് അത് വെറുതെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കടക്കാരൻ എന്തായാലും നമ്മളോട് ഭയങ്കരമായിട്ട് കമ്പനിയായി. അടുത്തവണ മസ്റ്റായിട്ടും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ മീൻ വരുത്തുന്ന കുറേ കസ്റ്റമേഴ്സിനെയാണ് പുള്ളിക്ക് കിട്ടിയത്. എന്തായാലും നമ്മുടെ ലൈഫിലും ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്ന് വന്നാലും നമ്മളിനി ഈ ബാച്ച് തന്നെ വന്നാലും സെപ്പറേറ്റ് വന്നാലും ഈ സ്ഥലത്ത് കയറാതെ നമ്മളെന്തായാലും തിരിച്ചു പോകില്ല. അപ്പോൾ പോയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് പോവുക, എൻജോയ് ചെയ്യുക. ബൈ.